കുഞ്ഞുങ്ങളുടെ അകത്തൊക്കെ നമ്മളൊരു തെറ്റിദ്ധാരണ, അത് പാസ്റ്റർമാരായി മാതാപിതാക്കളായി കൊടുത്തിട്ടുണ്ട്. മോനെ 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 പ്രാർത്ഥിച്ചോണോടാ, വിശുദ്ധനായിട്ടും ഭക്തരായിട്ടും മോളെ ജീവിച്ചോണോടി. ഭക്തരായി ജീവിക്കാൻ അവരെ നമ്മൾ ആഹ്വാനം ചെയ്യുന്നതെന്നറിയോ? അന്ന് വെച്ചടി കയറ്റാണ്. ഭക്തരായി ജീവിച്ചാൽ ഒരാമേൻ പറഞ്ഞ് ഫുൾ A+ കിട്ടും. ഭക്തരായി ജീവിച്ചാൽ എല്ലാം കിട്ടും. അങ്ങനെ ഒരു ചിന്തയും താലോലിച്ചുകൊണ്ടും നടന്നാലേ A+ കുറയുമ്പം ഭക്തിയുടെ തിളക്കവും പോകാൻ സാധ്യതയുണ്ട്. നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഒറ്റമൂലി അല്ല ഭക്തി. വിജയം കൈപ്പിടിയിൽ ഒതുക്കാനുള്ള കുറുക്കു വഴിയല്ല ദൈവം. ആത്മീയത അതൊക്കെ ദൈവം തരും, അത് രണ്ടാമത്തെ കാര്യം. അതിനപ്പുറത്ത് പറ, ജയമാണെങ്കിലും പരാജയമാണെങ്കിലും നേട്ടമാണെങ്കിലും കോട്ടമാണെങ്കിലും ഉയർച്ചയാണെങ്കിലും താഴ്ചയാണെങ്കിലും ജീവിതത്തിൻ്റെ ഏതൊരു മേഖലകളാണെങ്കിലും എൻ്റെ അപ്പൻ അറിയാതെ, എൻ്റെ ദൈവം അറിയാതെ അല്ല, എൻ്റെ ദൈവം അനുവദിച്ചും അറിഞ്ഞും തരുന്നതല്ല, എൻ്റെ നന്മയ്ക്കാക്കി മാറ്റാൻ എൻ്റെ അപ്പച്ചൻ വിശ്വസ്തനാണെന്ന് സ്തോത്രം ചെയ്ത് പറയാൻ മനസ്സുള്ള എത്ര പേരുണ്ട്? എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ട